ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ മുഖത്ത് പുതിയൊരു പുഞ്ചിരി സഞ്ചരിക്കുന്നുണ്ട്. ഒരു തിരിച്ചുവരവിന്റെ തിളക്കം, രാഷ്ട്രീയമായും വ്യക്തിപരമായും. എന്നാൽ വെല്ലുവിളികളൊക്കെ അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥിയില്ലെങ്കിലും പാർട്ടിക്ക് ഇത് മറ്റൊരു പരീക്ഷണ പർവ്വമാണ്. ഈ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസാരിക്കുന്നു. നേരെ ചൊവ്വയിൽ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. താങ്കളുടെ രാഷ്ട്രീയ ജീവിതം എന്നല്ല, വ്യക്തി ജീവിതം പോലും ഏതാണ്ട് തീർന്നു എന്ന് കരുതിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ഈ തിരിച്ചുവരവ് താങ്കളുടെ ശക്തി കൊണ്ടാണോ അതോ പാർട്ടിയിലുള്ള മറ്റുള്ളവരുടെ ദൗർബല്യം കൊണ്ടാണോ? വീണപ്പോൾ താങ്ങി നിർത്തിയത് കൊണ്ടാണ്. നമ്മൾ വീണുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെങ്ങനെയാ സ്വന്തമായി നിൽക്കുന്നത്? താങ്ങി നിർത്തിയതാണ്. ഒന്ന് ദൈവം, രണ്ട് ജനങ്ങൾ, യാതൊരു സംശയവുമില്ല. എൻ്റെ ചോദ്യം, താങ്കൾക്ക് പിന്നോട്ട് പോകേണ്ടി വന്നപ്പോൾ എന്തുകൊണ്ടാണ് PE അഹമ്മദിനോ അല്ലെങ്കിൽ മുനീറിനോ അങ്ങനെ ഒരു നേതാവിന് താങ്കളുടെ സ്ഥാനം എടുക്കാൻ തരത്തിൽ ഉയരാൻ കഴിയാതിരുന്നത്? അല്ല, അവരൊക്കെ അവരുടേതായ മേഖലകളിൽ ഉണ്ടല്ലോ. ആരും സ്ഥാനം ഫില്ല് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, ആർക്കും സ്ഥാനം ഒഴിയേണ്ടിയും വന്നിട്ടില്ല. എൻ്റെ കാര്യത്തിൽ ഉണ്ടായത്, പാർട്ടിക്ക് സഹിക്കാൻ വയ്യാത്ത വിധം എന്നെ എന്തോ ആയിട്ട് ഒരു ഘട്ടത്തിൽ ശത്രുക്കൾ അവതരിപ്പിച്ചപ്പോൾ ഒരു പ്രയാസം ഉണ്ടായി. പാർട്ടിക്ക് തന്നെ ബുദ്ധിമുട്ട് വന്നു. ശത്രുക്കൾക്ക് താങ്കളെ അങ്ങനെ ആക്കാൻ അവസരം കൊടുത്തത് താങ്കൾ തന്നെയല്ലേ? ആണ്, തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൊച്ചു കൊച്ചു വീഴ്ചകൾ, നമ്മുടെ ശ്രദ്ധയില്ലായ്മ, ഇതൊക്കെയാണ് മേജർ കോൺട്രിബ്യൂഷൻ. ഏത് ആളുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ വരാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതു ജീവിതത്തിലൊക്കെ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഞാനൊന്നും ഇമാജിന് കോട്ടം തട്ടുന്ന വിഷയങ്ങളെക്കുറിച്ചൊന്നും ഒട്ടും ബോധേഡായിരുന്നില്ല സംസാരിക്കുമ്പോൾ പോലും. അപ്പോൾ അങ്ങനെയൊക്കെ ഇമാജിനെ പറ്റി ശ്രദ്ധിച്ചില്ല. അപ്പോൾ പാവങ്ങൾ വ്യക്തിപരമായിട്ടും ശ്രദ്ധിച്ചില്ല. കാരണം അതുകൊണ്ടാണല്ലോ ചില അപവാദങ്ങൾ ഉണ്ടായത്. അങ്ങനെ വ്യക്തിപരമായിട്ടും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, സംശയമില്ല. നമ്മൾ എല്ലാവരെ പോലും ആയിക്കൂടാ, കൊച്ചു തെറ്റുകൾ പോലും വന്നുകൂടാ. അന്നത്തെ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് പ്രകടമായ വ്യത്യാസം ഇപ്പോഴത്തെ കുഞ്ഞാലിക്കുട്ടിക്ക് ഏതൊക്കെ കാര്യത്തിലാണ്? എല്ലാ കാര്യത്തിലും ഉണ്ട്. ചെറുപ്പത്തിൽ നിന്ന് വലുപ്പത്തിലേക്ക് വരുമ്പോൾ എല്ലാ മനുഷ്യനും മാറും. വലുതായി കഴിയുമ്പോൾ പിന്നെ ചെറുപ്പക്കാരെ തിരിഞ്ഞ് ഉപദേശിക്കാൻ തുടങ്ങും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ അനുഭവങ്ങളുടെ ഒരു വലിയ ആഘാതം ഏറ്റത് കൊണ്ട് ഒരുപാട് സൂക്ഷ്മതയുണ്ട് എല്ലാ കാര്യത്തിലും. ഇതൊക്കെയാണെങ്കിലും എല്ലാം താങ്കൾ മറന്നു എന്ന് പറയാൻ കഴിയുമോ? ഇപ്പോൾ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ് കാലം എത്രയായി? അടുത്ത കാലത്ത് അജിതയുടെ ഭർത്താവിനെതിരായ കേസ്, അതിൽ താങ്കൾക്കൊരു പങ്കുണ്ട് എന്ന് അജിത വിശ്വസിക്കുന്നു. അപ്പോൾ താങ്കൾ പലതും മറന്നിട്ടില്ല എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? ആ പറഞ്ഞ വിവാദത്തിൽ സത്യത്തിൽ എനിക്ക് റോളില്ല. ആരെങ്കിലും അത് തെളിയിച്ച് അവർ പറയുമ്പോഴേ ഞാൻ കേൾക്കാം. വെറുതെ പറയുന്നതാണ്. പിന്നെ പരിചയമുള്ള ആരെങ്കിലും ഒക്കെ പിന്നെ വല്ലതും ചെയ്താൽ വെറുതെ എൻ്റെ തലക്ക് വരിക. ഞാൻ അത്തരത്തിലുള്ള ആളുകളായിട്ടൊന്നും ഒരു ബന്ധം വെക്കുന്നില്ല. അക്കൂട്ടത്തിൽ താങ്കളുടെ ബന്ധുക്കളും ഉൾപ്പെടുവോ? അപ്പോൾ താങ്കളുടെ തന്നെ ചില ബന്ധുക്കൾ താങ്കളും പാണക്കാട് തങ്ങൾ കുടുംബവും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ വിള്ളൽ വരുത്താൻ ശ്രമിക്കുന്നതായിട്ട് ആരോപണമുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ബന്ധുക്കളെയും താങ്കൾ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണോ? അല്ല, ഞാൻ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. പാർട്ടിയുടെ പ്രവർത്തകന്മാർ, പൊതുകാര്യം, ഇതിന് നിരക്കാത്ത ഒരു ബന്ധങ്ങളും ഞാൻ ഇനി വെക്കില്ല. പാർട്ടിയുടെ ലൈനിൽ ഉറച്ചു നിൽക്കും. സ്വന്തം ബന്ധുക്കളാണെങ്കിൽ പോലും, ആരാണെങ്കിൽ പോലും, എൻ്റെ മക്കളാണെങ്കിൽ പോലും അവിഹിതമായ ശുപാർശകൾ, അതുപോലെ മറ്റു കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇനി ആരും ശ്രമിച്ചിട്ട് കാര്യമില്ല. ഒന്നും നടക്കില്ല. ഞാൻ നിശ്ചയം അതിൻ്റെ മുകളിൽ എനിക്ക് എന്ത് വന്നാലും ശരി, ഞാനതങ്ങ് സഹിക്കും. ഇതിനു മുമ്പ് കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് എൻ്റെ സമ്മതിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. ആണല്ലോ, ഉള്ള കാര്യം സമ്മതിക്കണേ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പണ്ട് സൂക്ഷ്മത കുറവായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ സൂക്ഷ്മത കുറവായിരുന്നത് വലിയൊരു കുറ്റമായി ഞാൻ അന്ന് കരുതിയില്ല. എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ എന്താ എന്നൊക്കെയുള്ള നിലയിൽ ഒരു സമീപനം എനിക്കുണ്ടായിരുന്നു. അത് തെറ്റാണ്. അപ്പം വ്യക്തിപരമായ കാര്യം പോയാൽ, ഇപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് ഉണ്ടായ തിരിച്ചടിയെക്കുറിച്ച് വീണ്ടും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ വിജയത്തിൽ ലീഗിന് വലിയൊരു പങ്കുണ്ട്. ഇത് താങ്കളുടെ ഒരു മധുര പ്രതികാരമായിരുന്നു, അത് ചെയ്തു പോയ തെറ്റിനുള്ള ഒരു പിഴതീർക്കലായിരുന്നു? അല്ല, പിന്നെ ഇത് എൻ്റെ എന്നുള്ളതിന് പകരം ഒരു ചെറിയ തിരുത്ത് വന്നാൽ പാർട്ടി അണികൾ ഉൾപ്പെടെ എല്ലാവരുടെയും നേതാക്കൾ
നേതാക്കന്മാരുടെ ഒരു വികാരമായിരുന്നു, ഞങ്ങളെ തോൽപ്പിച്ചവരെ തിരിച്ചു തോൽപ്പിക്കണം, ഞങ്ങളെ മലപ്പുറത്ത് തളച്ചവരെ, അതാണല്ലോ പാർട്ടി കോൺഗ്രസ് ഒക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് മലപ്പുറത്ത് ലീഗിനെ തളച്ചിടുക എന്നുള്ളതൊരു വലിയ തകർക്കുക എന്നുള്ള വലിയ സ്ലോഗനായിട്ട് CPM എടുത്തല്ലോ. അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം, വാശി, അതിക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ അണികൾ നന്നായി നടപ്പിലാക്കി. അത് കണ്ട് മരിക്കാനുള്ള ഭാഗ്യം പാണക്കാട് ശിഹാബ് തങ്ങൾക്കുണ്ടായി. ഞാനിത് ആലങ്കാരികമായി പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്ന ഒരു പുഞ്ചിരി അത് കാണേണ്ടതായി. അതിന്റെ മറ്റൊരു വശം, ഇപ്പോ UDF-ലെ പല നിർണായക തീരുമാനങ്ങളും എടുക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ലീഗായി മാറിയിട്ടുണ്ട് എന്നതാണ്. ഇപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വടകരയിൽ നിർത്താൻ ഏറ്റവും പ്രധാന കാരണം താങ്കളാണോ? വടകര സീറ്റ് ഒരു ചാലഞ്ചായിരുന്നല്ലോ. ആ ചാലഞ്ച് ഏറ്റെടുക്കണം എന്ന് സ്നേഹത്തോടു കൂടി മുല്ലപ്പള്ളിയെ ഉപദേശിച്ച കൂട്ടത്തിൽ ഞങ്ങളുണ്ട്. അത്രയേ ഉള്ളൂ. കാരണം മുല്ലപ്പള്ളിക്ക് അല്ല ആർക്കും വരാവുന്ന ഒരു സംശയമാണ് വടകര പോലത്തെ ഒരു സീറ്റിലോ എന്നുള്ള. പക്ഷേ മുല്ലപ്പള്ളി എന്ന് ധൈര്യം കാണിച്ച് മുന്നോട്ട് വരണം എന്ന് പറയാനുള്ള ഒരു അർഹത ഞങ്ങൾക്കുണ്ട്, അവിടുത്തെ പൊളിറ്റിക്കൽ പ്രസൻസ് കൊണ്ട്. അത് ഞാൻ നന്നായി നിർവഹിച്ചിട്ടുണ്ട്. അതാണ് മുല്ലപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഒന്നുമില്ല.